പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, നോമ്പുകാല ചിന്തകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് സഹായകമായി നമ്മൾ എടുക്കുന്നത് യോനാ പ്രവാചകന്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 5ഉം 6ഉം വാക്യങ്ങളാണ്. നിനവേയിലെ ജനങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചു. അവർ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. വലിയവരും ചെറിയവരും ഒന്നുപോലെ ചാക്കുകൊടുത്തു. ഈ വാർത്ത നിനവേ രാജാവ് കേട്ടു. അവൻ സിംഹാസനത്തിൽ എഴുന്നേറ്റ് രാജകീയ വസ്ത്രം മാറ്റി ചാക്കുകൊടുത്ത് ചാരത്തിലിരുന്നു. ദൈവവചനമാണ് നാം കേട്ടത്. വലിയ ഒരു ദുരന്തത്തെക്കുറിച്ച് മുന്നറിയിപ്പ് കിട്ടിയ ജനവും രാജാവും ഒരുമിച്ച് ഉപവസിച്ചതിന്റെ സൂചനയാണ് നമ്മളിവിടെ കാണുക. അതിന്റെയൊക്കെ പിൻബലത്തോടുകൂടിയാണ്, അല്ലെങ്കിൽ ആ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മളും ഉപവാസം നടത്തുക. എന്തുകൊണ്ട് 50 ദിവസം ഉപവസിക്കുന്നു, അല്ലെങ്കിൽ 50 നോമ്പെന്ന് പറയുന്നു, അല്ലെങ്കിൽ 40 ദിവസം എന്ന് പറയുന്നു? ഈ ദിവസത്തെക്കുറിച്ച് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. യേശുവിന്റെ ഉത്ഥാനത്തെ അനുസ്മരിക്കുന്ന ഞായറാഴ്ചയാണ് തുടക്കമായിട്ട് നിൽക്കുക. ഈ ഞായറാഴ്ചയെ മുന്നിൽ കണ്ടുകൊണ്ട് അതിന് ഒരുക്കമായി 40 ദിവസം ഉപവസിക്കുക എന്നതാണ് പതിവ്. അപ്പോൾ 40 ദിവസം എങ്ങനെ നിശ്ചയിക്കുന്നു എന്ന കാര്യത്തിലുള്ള ചിന്തയുണ്ട്. 7 ആഴ്ചകളാണ്. 7 ആഴ്ചകളിൽ 7 49 ദിവസം ഉണ്ടാകും. ആ 49 എല്ലാ ഞായറാഴ്ചയും ഒഴിവാക്കിയാൽ പിന്നെ അവശേഷിക്കുന്നത് 42 ദിവസമാണ്. ഈ 2 ദിവസം ഒഴിവാക്കാൻ ലത്തീൻ ക്രമത്തിൽ ചെയ്യുന്നത് തിങ്കൾ ചൊവ്വ കാർണിവൽ ഹോളിഡേയ്സ് ആയിട്ട് കണക്കാക്കും. ബുധനാഴ്ച വിഭൂതി കൊണ്ട് ആരംഭിക്കുന്നു. അതേസമയം സീറോ മലബാർ സഭയിൽ ചെയ്യുന്നത് ദുഃഖവെള്ളിയും ദുഃഖശനിയും അതികഠിനമായ ഉപവാസത്തിന്റെ ദിവസങ്ങളായി പരിഗണിച്ചുകൊണ്ട് ബാക്കിയുള്ള ദിവസത്തെ 40 കണക്കാക്കുന്നു. അപ്പോൾ ഈ 40 ദിവസം ആണ് ഉപവാസത്തിന്റെ വലിയ നോമ്പായി എടുക്കുക. 50 നോമ്പെന്ന് പറയാൻ കാരണം പെത്രത്ത ഞായറാഴ്ച മുതൽ ഉത്ഥാന ഞായർ വരെയുള്ള 7 ആഴ്ചകൾ 8 ഞായറാഴ്ച കണക്ക് കൂട്ടുന്നതുകൊണ്ടാണ്. ഈ 40ന്റെ പിന്നിലുണ്ട് ഒരു ചരിത്രം. എന്തുകൊണ്ട് 40 ദിവസം? യേശു 40 ദിവസം മരുഭൂമിയിൽ ഉപവസിച്ചതിന്റെ ഓർമ്മയാണ് പ്രധാനമായിട്ടും വരിക. പക്ഷേ ഈ 40-ന് അതിന് പിന്നിലുണ്ടൊരു ചരിത്രം. ഇസ്രായേൽ ജനം 40 വർഷമാണ് മരുഭൂമിയിലൂടെ അലഞ്ഞത്. ആ 40 വർഷം പ്രലോഭനത്തിന്റെ പരീക്ഷണത്തിന്റെ കാലഘട്ടമായിരുന്നു. അവിടെ പരീക്ഷിക്കപ്പെട്ടു. അതുപോലെ യേശു 40 ദിവസം മരുഭൂമിയിൽ പരീക്ഷിക്കപ്പെട്ടു. അതിന് പുറമെ മോശ 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു പ്രാർത്ഥിച്ചു ജനത്തിന്റെ മാനസാന്തരത്തിന്, ജനത്തിന് ഒരു പാപ പൊറുതി കിട്ടുന്നതിന് വേണ്ടി, ജനത്തിന്റെ പാപത്തിന് പ്രായശ്ചിത്തമായി. അതുപോലെ ഏലിയ പ്രവാചകൻ 40 ദിവസമാണ് ഹോറബിലേക്കുള്ള യാത്ര ഉപവാസത്തോട് നയിച്ചത്. 40 രാവും 40 പകലും അവൻ മുടങ്ങാതെ യാത്ര തുടർന്നു. ആ യാത്ര തുടക്കത്തിൽ ദൈവം തന്നെ അവന് അപ്പം കൊടുത്തിരുന്നു. ആ അപ്പത്തിന്റെ ശക്തി കൊണ്ടാണ് 40 ദിനരാത്രങ്ങൾ അവൻ യാത്ര ചെയ്തത്. അപ്പോൾ ഈ പശ്ചാത്തലത്തിലാണ് നമ്മൾ 40 ദിവസത്തെ ഉപവാസം അനുഷ്ഠിക്കുക. അത് ദൈവത്തോടൊന്നിച്ചുള്ള യാത്രയായിരിക്കണം. ദൈവത്തിന്റെ സാന്നിധ്യത്തിലെത്താനുള്ള ഒരു യാത്ര കൂടി ആയിരിക്കട്ടെ. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, യേശു ഉപവസിച്ചതുപോലെ 40 ദിവസം അങ്ങയോടൊത്ത് കഴിക്കാൻ, യേശുവിന്റെ ഉത്ഥാനത്തിൽ പങ്കുചേരാനുള്ള കൃപ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.